സ്വർഗത്തിലേക്കുള്ള യാത്ര നാം ഇപ്പോൾ ഈ വിശുദ്ധ വൃക്ഷത്തണലിൽ നിന്നും തുടങ്ങുന്നു. വർഷങ്ങൾക്കപ്പുറം മഹാനായ വേദപണ്ഡിതൻ ബഹീറ വാഗ്ദത്ത പ്രവാചകനെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. ഈ വൃക്ഷച്ചുവട്ടിലാണ് കാലം ചരിത്രത്തിലെ അതുല്യമായ ആ തിരിച്ചറിവിന് കളമൊരുക്കിയത്. എന്റെ ആദ്യ സന്ദർശനം ഞാൻ ഓർക്കുന്നു. ഞാൻ ഹെലികോപ്റ്ററിലായിരുന്നു. താഴെ മരുഭൂമിയിൽ ഏകനായ ഒരു വൃക്ഷം. അതിസുന്ദരമായ കാഴ്ച. ചുറ്റുപാടും ജീവന്റെ ഒരു കണിക പോലുമില്ല. വെള്ളമോ പാടങ്ങളോ മറ്റു മരങ്ങളോ ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു ജീവൻ അതിജീവിക്കുക എന്നത് തികച്ചും അത്ഭുതമായിരിക്കുന്നു. പക്ഷെ ഇത് സത്യമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകാൻ ഭാഗ്യം ലഭിച്ച വൃക്ഷമാണിത്. തൻ്റെ 12-ാം വയസ്സിൽ പിതൃവൻ അബൂ ത്വാലിബിനോടൊപ്പം ഷാമിലേക്കുള്ള തിരുനബിയുടെ യാത്ര. സൃഷ്ടാവിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു. ഈ യാത്രയിൽ പുണ്യപ്രവാചകൻ ഈ അനുഗ്രഹീത വൃക്ഷത്തണലിൽ വിശ്രമിക്കണം. കാലങ്ങളുടെ മറ നീക്കി ഒരാൾ ഈ നിയോഗം കാത്തിരിക്കുകയായിരുന്നു. വേദപുരോഹിതൻ ബഹീറ. അതായിരുന്നു ബഹീറയുടെ ഏറ്റവും വലിയ സൗഭാഗ്യവും.